5 ഏക്കർ സ്ഥലമൊക്കെ വാടകയ്ക്ക് ട്രാക്ടറിനെ വിളിച്ചിട്ടാണ് നിങ്ങൾ കളയെടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ വാടകയ്ക്ക് ട്രാക്ടറിനെ വിളിക്കുന്ന പൈസ മതി ഒരു പവർ വീഡർ വാങ്ങാം. ഹെവി ലാൻഡ് ഉണ്ട് എന്നാൽ നല്ലൊരു പവർ വീഡർ അന്വേഷിച്ച് മടുത്തോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പവർ വീഡർ എടുത്താൽ തന്നെ പൈസ സേവിംഗ് ആണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പവർ വീഡർ കൊണ്ട് എങ്ങനെ പൈസ സേവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളകളൊക്കെ എന്തായാലും മുളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പവർ വീഡർ വാങ്ങാനുള്ള കറക്റ്റ് സമയം ഇപ്പം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പവർ വീഡർ എങ്ങനെ നോക്കി വാങ്ങണം, എവിടെ നിന്ന് വാങ്ങാമെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെക്നിക്കലായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണും. നമ്മുടെ അടുത്ത് പല പവർ വീഡേഴ്സ് ഉണ്ട്. എന്നാൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പവർ വീഡർ ലോഞ്ച് ചെയ്യണമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഹെവി ലാൻഡിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പവർ വീഡർ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ MDMൽ ഈ കാണുന്ന നർമ്മദ പവർ വീഡർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെഷീന്റെ സ്പെഷ്യാലിറ്റീസിനെ പറ്റി നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഒരു പവർ വീഡർ എടുക്കുമ്പോൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നത് അതിന്റെ എഞ്ചിനെ പറ്റിയാണ്. കാരണം എഞ്ചിനാണ് ഒരു മെഷീന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എഞ്ചിൻ നമ്മൾ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ ട്രാക്ടർ എടുത്താലും ശരി, അല്ല ലോറി എടുത്താലും ശരി, ഒക്കെ ഹെവി പർപ്പസ് ആണ്. സോ അതിനകത്ത് ഡീസൽ എഞ്ചിൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ടോർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. സോ പെട്രോൾ എഞ്ചിനേക്കാളും നിങ്ങൾക്ക് ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് പവർ വീഡർ നല്ല സൂപ്പർ ആയിട്ട് പവർഫുൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. അതും എത്ര ഹെവി ലാൻഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഡീസലൊക്കെ ഒരുപാട് ആവുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. പെട്രോൾ വെച്ച് ഓടിക്കുന്ന ഒരു പവർ വീഡർ നോക്കുവാണെങ്കിൽ ഒരു ഏക്കറിനൊക്കെ ഏകദേശം ഒരു ലിറ്ററൊക്കെ വരുമായിരിക്കും. പക്ഷേ ഈ ഒരു ഡീസൽ എഞ്ചിന് നർമ്മദ പവർ വീഡറിന് വെറും 600 ml മാത്രമാണ് ഒരു ഏക്കറിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡീസൽ ഒരു 40% വരെ നമ്മുടെ MDMൽ നർമ്മദ പവർ വീഡറിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഓക്കെ. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ MDM തന്നെ പവർ വീഡർ വാങ്ങണമെന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MDMന്റെ നർമ്മദ പവർ വീഡർ ഭയങ്കര പവർഫുൾ ആണ്. കാരണം നമ്മൾ ഇതിനകത്ത് 4 സ്ട്രോക്ക് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതും എയർ കൂൾഡ് ഡീസൽ എഞ്ചിനാണ്. സോ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചാലും എയർ കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അങ്ങനെ ഹീറ്റ് ഒരുപാട് ഉണ്ടാകത്തില്ല. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുള്ള പവർ വീഡറാണ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ MDMന്റെ ഈ നർമ്മദ പവർ വീഡർ നമ്മൾ സെൽഫ് സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെൽഫ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു മെഷീനിൽ റീകോയിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് റീകോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പവർ വീഡറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗിയർ ബോക്സ് നല്ല പവർഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൽ മൊത്തം 3 ഗിയർ ഉണ്ട്. 2 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറും ആണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഗിയർ നോക്കുകയാണെങ്കിൽ സ്പീഡ് കുറച്ച് കുറവായിരിക്കും, അതുപോലെ ടോർക്ക് ഇതിനകത്ത് കൂടുതലായിരിക്കും. ഇനി സെക്കൻഡ് ഗിയറിന് കാര്യം നോക്കുകയാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും, എന്നാൽ ടോർക്ക് കുറവായിരിക്കും. അതുപോലെ നമ്മൾ ഇതിനകത്ത് റിവേഴ്സ് ഗിയറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റുള്ള പവർ വീഡറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പൊക്കത്തിനനുസരിച്ച് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ MDMന്റെ നർമ്മദ പവർ വീഡറിൽ നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഹൈറ്റ് 2 അടിയോളം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല സൈഡ് അഡ്ജസ്റ്റ്മെന്റും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഹാൻഡിൽ വന്നിട്ട് 360 ഡിഗ്രി വരെ തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ MDMൽ നമ്മൾ ഈ നർമ്മദ പവർ വീഡർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഡെപ്ത് എന്തോരം എടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3/4 അടിയോളം ഈസി ആയിട്ട് ഡെപ്ത് എടുക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളി എടുക്കാനൊക്കെ പറ്റുന്നതാണ്. നമ്മുടെ നർമ്മദയുടെ ടയർ കണ്ടോ എത്ര വലുതാണെന്ന്? ഞാനിപ്പോൾ വീഡിയോയിൽ ഒരു ടയർ കാണിക്കും. ഈ ഒരു ടയറാണ് മറ്റുള്ള കമ്പനിയിലൊക്കെ അവർ കൊടുക്കുന്നത്. ഇപ്പോഴും എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ട്രാക്ടറിനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ട്രാക്ടറിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും ട്രാക്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഈ ഒരൊറ്റ പവർ വീഡർ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ട്രാക്ടർ വെച്ചിട്ട് തെങ്ങിന് ചുറ്റൊന്നും വട്ടപ്പത്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു പവർ വീഡറിനെ കൊണ്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അടിയിൽ കള എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പവർ വീഡർ കൊണ്ട് സൂപ്പർ ആയിട്ട് പറ്റുന്നതാണ്. ശരി, ട്രാക്ടർ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ പവർ വീഡർ വെച്ചിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. കാരണം നമ്മൾ ഈ ഒരു നർമ്മദ പവർ വീഡർ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പവർ വീഡറിൽ നമ്മൾ ട്രാക്ടറിന്റെ P2 അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പവർ വീഡറിൽ HT പമ്പ് അറ്റാച്ച്മെന്റ് ചെയ്തുകൊണ്ട് മരുന്നടിക്കാനും തുറത്തേക്കാനൊക്കെ പറ്റുന്നതാണ്. ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് മിനി ട്രാക്ടറായിട്ട് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു പവർ വീഡറിൽ ട്രോൾ അറ്റാച്ച്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറമ്പിലോട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പവർ വീഡറിൽ മൾട്ടിപ്പിൾ അറ്റാച്ച്മെന്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഡബിൾ ഫ്ലോ, സ്പൈറൽ റിസർ, കട്ടിംഗ് റോട്ടറി, ഗേജ് വീല്, അയൺ വീല്, 310 കൾട്ടിവേറ്റർ വിത്ത് ലോവർ ലിങ്ക്, 310 കൾട്ടിവേറ്റർ വിത്ത് ടോപ്പ് ലിങ്ക്, സീറ്റർ അറ്റാച്ച്മെന്റ്, അതുപോലെ ലെവലർ, അതുപോലെ ട്രോൾ അറ്റാച്ച്മെന്റും ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല അതിനകത്ത് നമ്മൾ ടൂൾ ബോക്സും കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയ ചെറിയ സർവീസ് ഒക്കെ ചെയ്യാനുള്ള ടൂൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പെഷ്യാലിറ്റികളിൽ നർമ്മദ പവർ വീഡർ നമ്മളിപ്പോൾ 15,000 രൂപ ലോഞ്ചിങ് ഓഫർ ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. അതും എല്ലാവർക്കും ഒന്നുമില്ല. ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന 30 പേർക്കാണ് ഈ ഓഫർ വന്നിട്ട്. കൂടാതെ നിങ്ങൾക്ക് ലോ കോസ്റ്റ് EMI ഈ മെഷീൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വിളിച്ചോളൂ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട്.